Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Alhamdulillahir rahmati waz-zahma wa fin ni'mati wan niqma wa fil khairi wasyarr wa fil bala'i wal 'ata'. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Al-malu wal-banuna zinatul hayatid dunya wal-baqiyatus salihati khairun 'inda rabbika thawaban wa khairan 'amala. Sadaqallahu maulana al-aliyyil azim wa saddaqa wa ballagha rasuluhu an-nabiyyul karim wa nahnu ala dhalika minash shahidin ash-shakirin walhamdulillahi rabbil alamin. Qala an-nabiy Muhammadun sallallahu alayhi wa sallam ad-dunya sijnul mu'min wa jannatul kafir. Sadaqa Rasulullah sallallahu alayhi wa sallam. Tu'ammilu fid dunya tawilan wa la tadri idha janna laylun hal ta'ishu ila fajri wa kam min sahihim mata min ghairi illati wa kam min maridin asha dahran ila dahri. Fa'ala Muhammad sayyidina Muhammadun sallallahu alaihi wasallam. Ahadone സ്തുതിയോതി തുടങ്ങട്ടെ റഹ്മാനെ, സ്തുതിയെല്ലാം നിനക്കാണ് നിറസുബ്ഹാനെ. അഹദേ കനിവെല്ലാം ചൊരിയണേ കരീമായോനേ. അഹദോനെ ഇതാ നിന്നിൽ സ്തുതികളാൽ തുടങ്ങും നീ പരിശുദ്ധ നബിയോരിൽ സലാമോതും നീ. അഹദേ കനിയേണേ സുബ്ഹാനേ കൃപാ റഹ്മാനേ. പരിശുദ്ധ നിറമുള്ള പരിമാളം ചൊരിഞ്ഞുള്ള പരിശുദ്ധ നബിയോര് വിട പറഞ്ഞ്
എന്നും കഥനത്താൽ കരഞ്ഞല്ലോ മനം തകർന്നേ കരഞ്ഞല്ലോ സ്വഹാബത്തും പൊന്നുമോള ഫാത്തിമായും മനം തേങ്ങി സുബ്ഹാനേ കരഞ്ഞു പോയി അഹദേ കനിവെല്ലാം ചൊരിയണേ നിറ സുബ്ഹാനേ അഹദോനെ തുടങ്ങും നീ പോവലെന്നൊരു ദേശമീലായി കനിയേണേ സുബ്ഹാനേ കൃപ റഹ്മാനേ അഹദേ കനിവെല്ലാം ചൊരിയണേ നിറ സുബ്ഹാനേ അഹദോനെ നിന്നിലായി നീട്ടിടുന്നു രണ്ടു കൈയും സുബ്ഹാനേ തടയല്ലേ നിറ റഹ്മാനേ അഹദേ കനിവെല്ലാം ചൊരിക്കേണേ നിറ സുബ്ഹാനേ അറിവില്ല ദുനിയാവിൽ നടന്നു നാം അഹദോനെ കൃപയില്ലാതകറ്റല്ലേ നിറ റഹ്മാനേ അല്ലാഹ് കനിവെല്ലാം ചൊരിക്കേണേ നിറ യാ അല്ലാഹ് മരണത്തിൻ മണിവാതിൽ തുറന്നു നീ തരും നേരം പരിശുദ്ധ കലിമത്ത് ചുരത്തിടാനായി അല്ലാഹ് കനിവരുളോ നിറ ചൊരിയോ യാ റഹ്മാനേ അഹദോനെ സുബ്ഹാനേ റഹ്മാനേ പടച്ചോനെ കേട്ടിടേണേ ദുആയെല്ലാം നിറ സുബ്ഹാനേ അഹദേ കരയാനായി മനസ്സകം ഇദാ റഹ്മാനേ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉനൈസ് ഉസ്താദ് അവറുകളെ, അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ്, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിമിഷം അല്ലാഹുവിനും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഈ ഉള്ള നമുക്കേവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ ഹബീബായ നമ്മുടെ ഖൽബിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ചുവടുവെപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈയുള്ള എനിക്കും എൻ്റെ മുമ്പിലുള്ള നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിലേക്ക് വഅളിന് വന്നിരിക്കുന്ന ആ സമയത്താണ് എൻ്റെ ഉമ്മാന്റെ ഉപ്പ മരണപ്പെട്ടത്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഖബറിടം സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജനാസ ചെന്ന് കാണുന്നതിനേക്കാൾ ഉത്തമം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ദീനിന്റെ സദസ്സാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വേണ്ട വിധേന പറയുവാനും അതിലുപരി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിഷയം സംസാരിച്ച് അവസാനം ഈ മരണം എന്നുള്ളതിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരണം. അല്ലാഹു തആല നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാമിന് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, അവിടത്തെയുടെ ഓരോ ആശയങ്ങളും അവിടത്തെയോട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ വളരെയേറെ ആകാംക്ഷയോടുകൂടി അത് കേട്ടുകൊണ്ടിരിക്കുകയും അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇന്ന് ഈ പറയുന്ന ഞാനും എന്റെ മുമ്പിൽ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ബഹുമാനപ്പെട്ടവരായ നിങ്ങളും നമ്മൾ ഒരു ചെവി കൊണ്ട് കേൾക്കുന്നു, ഒരു ചെവി കൊണ്ട് കളയുന്നു. ഇതല്ല നമുക്ക് ചെയ്യേണ്ടത്. മറിച്ചോ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ അടിവര ഇട്ടുകൊണ്ട് പറഞ്ഞുവല്ലോ, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ തത്വസംഹിതകൾ ദുനിയാവ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ആ സമയം വരെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുവാൻ ലോകത്തിന്റെ നേതാവിന്റെ കൽപ്പനയും വാക്കുമുള്ളപ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പേടിക്കേണ്ടിയിരിക്കുന്നത്? പക്ഷേ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഇതിന്റെ തത്വസംഹിതകൾ ഒക്കെ ഇവിടെ നിന്നല്ല, ഈ പൗവൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കോട്ടയം ജില്ലയിൽ മാത്രമല്ല, അല്ലെങ്കിൽ മക്കയിൽ മാത്രമല്ല, അല്ലെങ്കിലോ മദീനയിൽ മാത്രമല്ല, എന്നാൽ ഈ ലോകത്ത് എവിടെയെല്ലാം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വിജ്ഞാനങ്ങൾ, അത്രത്തോളം മണിമുത്തുകൾ ഈ അള്ളാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തുകളായ എനിക്കും നിനക്കും വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ വാരിയെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വാരിയെറിഞ്ഞ മണിമുത്തുകൾ ഒന്ന് വാരിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, അതിനെ ഒന്ന് പെറുക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ ബഹുമാനപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, ആ വിജ്ഞാനത്തെ വേണ്ട വിധേന പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും വേണ്ടിയാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇവിടെ നിന്ന് മാത്രമല്ല, പോവലെന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല, ഈ ദുനിയാവിൽ എവിടെ വെച്ച് വാളും ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ട് വാള് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിനെ കുറിച്ച് പറഞ്ഞാലും പഠിപ്പിച്ചാലും അവിടെ ഒക്കെ ചെന്നുകൊണ്ട് കേൾക്കുക, മനസ്സിലാക്കുക. ഒരു കാര്യം ഒരു വട്ടം കേട്ടു, ആ ഒരു വട്ടം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കേട്ടുകൂടാ എന്നില്ലല്ലോ. പിന്നെ ഈ ഒരു കാര്യം ആവർത്തിച്ച് കേട്ടാൽ അതിനേക്കാൾ കൂലിയല്ലേ നമുക്കുണ്ടാവുക. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നക്ഷത്ര തുല്യരായ സ്വഹാബാ കിറാം വന്നിരിക്കുമ്പോ ആ റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അവരാരും നബിയേ, ഇത് ഒരു വട്ടം പറഞ്ഞ കാര്യമാണല്ലോ, രണ്ട് വട്ടം പറഞ്ഞ കാര്യമാണല്ലോ, മൂന്ന് വട്ടം പറഞ്ഞ കാര്യമാണല്ലോ, അതുകൊണ്ട് ഇനി കേൾക്കണ്ട റസൂലേ എന്നവരാരും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു, നബിയേ ഇനിയും വല്ലതുമുണ്ടെങ്കിൽ പറഞ്ഞു തരുമോ നബിയേ?
ഇങ്ങനെ സഹാബാ കിറാമ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബായ നബി മദീനത്തെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്നതാ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബ. ഇന്നതാ ഖിയാമത്ത് നാളെപ്പോഴാണ് കടന്നു വരിക, ആ സമയം വരെയും നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണേ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. ഇങ്ങനെ ജീവിച്ചാൽ, റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചാൽ ദുനിയാവിന്റെ ചതിയിൽ നിങ്ങൾ ചെന്ന് പെടൂല്ല, ദുനിയാവിന്റെ കുത്തൊഴുക്കിൽ നിന്നതാ നിങ്ങൾ ചെന്ന് പെടൂല്ല. എന്റെ പ്രിയമുള്ളവരെ, അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹ് തിരുപേരും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ വർഗിളയായോവർ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നല്ലതുപോലെ എഴുതി കൊടുത്ത ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ആ കഥ ബഹുമാനപ്പെട്ടവർ അതാ ഒരു ഉൾക്കാട്ടിലൂടെ നടന്ന് നീങ്ങുകയാ. കുറെ ദൂരത്തേക്ക് ചെന്നപ്പോ അതാ ഒരു മനുഷ്യൻ ഇരുന്നു കൊണ്ട് കരയുകയാ, ഒരു പാറ മുകളിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കണ്ണുനീരിങ്ങനെ ഒലിക്കുന്ന പാടുകൾ കാണാ. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ തങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചു, അല്ല എന്തിനാണ് അഹ്മദുൽ ഗസ്നവി തങ്ങള് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, നിങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് അഹ്മദുൽ ഗസ്നവി തങ്ങള്? ആ സമയത്ത് അവിടുന്ന് പറയുന്നു, അല്ലയോ മുഹയ്യിദ്ദീൻ തങ്ങളെ, എന്തിനാണ് കരയുന്ന എന്നറിയോ, എന്തിനാണ് വേദനപ്പെടുന്ന എന്നറിയോ? ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ, എന്റെ ഭാര്യയോടൊത്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോ, എന്റെ മക്കളോടൊത്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോ, എന്റെ ഉമ്മയോടും എന്റെ ഉപ്പയോടും കൂടി ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ എന്റെ അല്ലാഹുവിനെ മറന്നു പോകുമോ? ഈ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകുമോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്റെ ഉപ്പയെ വിട്ടെറിഞ്ഞ്, എന്റെ ഉമ്മയെ വിട്ടെറിഞ്ഞ്, എന്റെ പുന്നാര മക്കളെ വിട്ടെറിഞ്ഞിട്ട് ഈ മലമുകളിൽ ഞാൻ കയറിയിരിക്കുകയാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുകയാ. അവിടുന്ന് ചോദിക്കുന്നു, അല്ല അഹ്മദുൽ ഗസ്നവി തങ്ങളെ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അവിടുന്ന് പറഞ്ഞു, മിഴുനീരൊഴുക്കിയേ മിഴികൾക്ക് ഞാൻ മാറ്റി, മന്നാന്റെ മെമ്മറാൽ മനമാകെ കുളിർ വീശി, റഹ്മാനേ സുബ്ഹാനേ ഇല നൽകണേ നീ പെരിയോനെ, റഹ്മാനേ സുബ്ഹാനേ ഇല നൽകണേ നീ പെരിയോനെ. ബഹുമാനപ്പെട്ട അഹ്മദുൽ ഗസ്നവി തങ്ങൾ മുഹയ്യിദ്ദീൻ തങ്ങളോട് പറഞ്ഞു, അല്ല ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകില്ല, എന്റെ മക്കളെ കാണൂല, എന്റെ ഭാര്യയെ കാണൂല, എന്റെ കുടുംബാദികളെ കാണൂല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാ ഞാൻ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകും, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകൂല. മുഹയ്യിദ്ദീൻ ഇവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പശ്ചാത്തപിക്കാ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അഹ്മദുൽ ഗസ്നവി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പൗവൽ നിവാസികളെ, എനിക്കോ നിനക്കോ കഴിയുമോ? അല്ലാഹുവേ, ദുനിയാവിന്റെ ചതിയിൽ ഞാൻ പെട്ടുപോകുമല്ലോ, എന്റെ മക്കളോടൊപ്പം
കളിച്ചു കൊണ്ടിരിക്കുമ്പോ, എന്റെ ഭാര്യയോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, എന്റെ ബന്ധുമിത്രാദികളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകുമോ അല്ലാ എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഇതേപോലെ മാറി താമസിക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ പേടിച്ച് ഈ ദുനിയാവിന്റെ ഒരു ചതിയിലും എനിക്ക് പെടാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അഹ്മദുൽ ഗസ്നവി തങ്ങൾ കാട് കയറി താമസിച്ചുവെങ്കിൽ ഇവരെന്തിനെയാണ് പേടിച്ചത്? ഈ ദുനിയാവിന്റെ ചതിയാണ് അവർ പേടിച്ചത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞില്ലേ, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് യഥാർത്ഥമായിട്ട് ഒരു മുഅ്മിനിന്റെ ജയിലറയാണ്, ഒരു മുസ്ലിമിന്റെ ജയിലറയാണ്. എന്തിനേറെ ഖിബിലന്റെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. പക്ഷേ തുപ്പല് ഹറാമൊന്നുമല്ല, പക്ഷെ അതൊരു കറാഹത്താണ്. അതേപോലെ ഖിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്താനും പാടില്ല. പക്ഷെ എന്താണ് കാരണം? ഇത്രയുമെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനടുക്കൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ വളരെയേറെ താക്കീത് ചെയ്തുകൊണ്ട് പറയാ, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ദുനിയാവിൽ നമുക്ക് നല്ലതുപോലെ ഒന്നിരിക്കാനുള്ള, ഒന്ന് തുപ്പുവാനുള്ള അവകാശം പോലും തന്നിട്ടില്ല. ഒരു മനുഷ്യനിക്ക് തുപ്പണം എന്ന് ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടുന്നത് ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ട് കുനിഞ്ഞിട്ടായിരിക്കണം അവൻ തുപ്പുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ഈ ദുനിയാവ് മുഅ്മിനിന്റെ ജയിൽ തന്നെയാണ്. വജന്നത്തുൽ കാഫിർ, കാഫിറിന്റെ സ്വർഗ്ഗവുമാണെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചപ്പോ അത് കേട്ട് മനസ്സിലാക്കിയവരാണ് ഇവരൊക്കെ. അഹ്മദുൽ ഗസ്നവി തങ്ങളെ പോലെ ഉള്ളവർ അവരൊക്കെ കാട് കയറി താമസിച്ചു. ഈ ദുനിയാവിന്റെ ചതിയിൽ പെടാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മാറിയില്ലേ. ഇന്നിപ്പോൾ ഇവിടത്തെ ആനന്ദങ്ങളും ആർഭാടങ്ങളും ആഹ്ലാദങ്ങളും കിട്ടാത്തതിന്റെ പേരിൽ ഇന്ന് എത്രയോ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയേറെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോ, നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരാൾ ഇരുനില വീട് വെച്ചാൽ എന്റെ വീട് കൊച്ചായി പോയല്ല അല്ലാ, എനിക്കും ഇതുപോലെ ഉള്ള ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടോ, ഞാനും നിങ്ങളും ഇരുനിലയെന്നല്ല, 3 നിലയെന്നല്ല, 7 നില കെട്ടിയിരുന്നാലും ഞാനും നിങ്ങളും ചെന്ന് കിടക്കേണ്ടുന്ന ഒരേ ഒരു വീട് 6 അടി മണ്ണാകുന്ന ഖബറാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയില്ലേ മുസ്ലിമേ? പാടില്ല. ഇനിയിപ്പോ ഞാനും നിങ്ങളും കിടക്കുന്ന വീട് ഓല കൊണ്ട് മെനഞ്ഞിട്ടുള്ളതായ ചെറ്റക്കുടിലാണെങ്കിൽ പോലും ആ സമയത്തും നമ്മുടെ മനസ്സിൽ വേണ്ടത്, അല്ലാ ഇതെങ്കിലും എനിക്കുണ്ടല്ലോ റഹ്മാനെ, ഇതെങ്കിലും എനിക്കുണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ, ഇനി എത്ര വലിയ കൊട്ടാരങ്ങൾ വെച്ചിരുന്നാലും എന്റെ ഈ ശരീരം കൊണ്ടുവെക്കുന്ന 6 അടി മണ്ണിലാണല്ലോ, പച്ചത്തറയിലാണല്ലോ അല്ലാ എന്നുള്ള ഈ ഒരു ചിന്ത ഉള്ള ഒരു മുസ്ലിമും ദുനിയാവിന്റെ ചതിയിൽ പെടാൻ അവൻ നോക്കൂല. കല്യാണത്തിന്റെ ആർഭാടങ്ങളിലേക്ക് അവൻ പോകാൻ നോക്കൂല. കല്യാണം നടത്തുമ്പോൾ ആർഭാടങ്ങളും അനാചാരങ്ങളും കുടികുത്തി വാഴുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഞാൻ പഠിച്ചെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ആരെയും കുറ്റം പറയല്ല. പക്ഷെ അനാചാരത്തിന്റെ കുത്തൊഴുക്കുകൾ നമ്മൾ അതിൽ പെട്ടുപോയാൽ എന്റെ പൂവൽ നിവാസികളെ ഇവിടെ വെച്ചുകൊണ്ട് എന്തും നമുക്ക് ചെയ്യാം. പക്ഷേ നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിക്ക് മുന്നിൽ വരുമ്പോ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമെന്നുള്ളൊരു കാര്യം മറന്നുപോയില്ലേ? അതുകൊണ്ട് വേണ്ട, നിങ്ങൾക്കറിയുമല്ലോ റാബിയത്തുൽ അദവിയ, സ്നേഹത്തിൽ പൂനീല റാബിയ റളിയല്ലാഹ് ചൊല്ലിയ നേരമതാ ഹസൽ ബസരി തങ്ങളോരാ നിക്കാഹ് ചൊല്ലാനായി കാനോത്തു കഴിക്കാനായി ചൊല്ലുന്ന നേരമതാ വേണ്ട എന്നും മൊഴിഞ്ഞതുമാ. ഹസൻ ബസരി തങ്ങൾ ഉൾപ്പെടെയുള്ള കുറെ പണ്ഡിതന്മാർ റാബിയത്തുൽ അദവിയ
റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറയാ, അല്ല റാബിയ, ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിന്നെ വന്ന് കല്യാണം കഴിക്കാൻ, കാനോത്ത് കഴിക്കാൻ ആഗ്രഹമുള്ളതിന്റെ പേരിലാണ് ഇവിടേക്ക് നിന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. നിനക്കതിന് സമ്മതമാണോ? നീ അതിന് സമ്മതിക്കുമോ എന്ന് റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ ചോദിക്കുമ്പോ റാബിയത്തുൽ അദബിയ്യ അവിടെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിക്കാം, പക്ഷേ ഞാനൊരു 4 ചോദ്യങ്ങൾ ചോദിക്കും. ആ 4 ചോദ്യങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പദം അലങ്കരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുമ്പോ, എന്റെ ബഹുമാനമുള്ളവരെ, ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ചോദിച്ചു കൊള്ളുക. സന്തോഷത്തോട് പറഞ്ഞു. എന്താ ആക്രാന്തമൂത്ത് പറഞ്ഞു, ചോദിക്കുന്നു, എന്ത് വേണമെങ്കിലും ചോദിച്ചു, ഞാൻ ഏറ്റു വായിക്കാരി. എവിടെ? ഒന്നാമത്തെ ചോദ്യം അവിടെ നിന്ന് ചോദിക്കുകയാണ് റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു തആല അൻഹു. എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരേ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ വിട പറഞ്ഞു പോകുമ്പോ മുസ്ലിമായിട്ടല്ലാതെ, മോമിനായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ. ഇത് വെച്ചുകൊണ്ട് റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു തആല അൻഹ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാ, അല്ലയോ ഹസനുൽ ബസരി തങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് ഞാൻ വിട പറഞ്ഞു പോകുമ്പോ ഞാൻ മുസ്ലിമായിട്ടായിരിക്കുമോ, അതല്ലാതെ മോമിനായിട്ടല്ലാതെ ആയിരിക്കുമോ ഞാൻ മരണപ്പെടുക? ഇതിന്റെ ഉത്തരം നൽകുമോ തങ്ങളെ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഇതിനുത്തരം നൽകാൻ എന്നെ കൊണ്ട് കഴിയൂല, എനിക്കിതിനുത്തരം നൽകാൻ കഴിയൂല, ഒരു മനുഷ്യനിക്കും കഴിയൂല. ഇത് കഴിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ മാത്രമാണ്. ആ ചോദ്യം മാറ്റിവെച്ച് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാ, അല്ല ഹസനുൽ ബസരി തങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോകുമ്പോ എല്ലാവരും കൂടിയിട്ട് എന്റെ ജനാസയും എടുത്തുകൊണ്ട് 6 അടി മണ്ണാകുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുവച്ച് കഴിയുമ്പോ ആ കബറിൽ മുൻകർ നഖീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമല്ലോ. ആ 2 മലക്കുകൾ കടന്നു വരുമ്പോ ആ 2 മലക്കുകൾ എന്നോട് എന്റെ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോ, എന്റെ നബിയാരെന്ന് ചോദിക്കുമ്പോ, എന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് യഥാർത്ഥമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുമോ തങ്ങള്? എന്റെ പൊവ്വലുള്ള എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായല്ലോ, ഒരു സെക്കൻഡെങ്കിലും ചിന്തിച്ചു, അല്ലാഹ്, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയാ, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോയാ, മുൻകർ നഖീർ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കടന്നു വരുമ്പോ യഥാർത്ഥമായിട്ട് ഉത്തരം കൊടുക്കാ, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാ എനിക്കൊന്ന് കഴിയുമോ അല്ലാഹ്? എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. നേരം വെളുത്തിന്നി കാണാത്ത സീരിയലില്ല. ഇന്നിപ്പോൾ മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാലും അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു
അക്ബർ. അവിടുന്ന് വിളിക്കുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്കിന്റെ ധ്വനി ഇങ്ങനെ അടിച്ച് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂല. മോളെ ടിവിന്റെ സൗണ്ട് നമ്മൾ കൂട്ടി വെക്കുമ്പോൾ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ, അല്ലെങ്കിൽ പോട്ടെ 6 അടി മണ്ണാകുന്ന കബറിലേക്ക് എത്തുമ്പോ, എന്റെയും നിന്റെയും തറവാടായ 6 അടി മണ്ണ് അവിടേക്ക് എത്തുമ്പോ മുങ്കർ നഖീർ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോ എന്തുത്തരം പറയുമെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെ? ചിന്തിച്ചു നോക്ക്. നിങ്ങൾ മാത്രല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കിന്ന് അതിനുള്ള സമയമില്ല. ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഇന്നിപ്പോ മനുഷ്യന്റെ വഴിതെറ്റിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് സീരിയലുകൾ, 1 അല്ല 2 അല്ല 3 അല്ല. അതാ നിങ്ങൾ സുബൈക്ക് ബാങ്ക് കേൾക്കുന്ന ആ സമയം വരെ നിങ്ങൾക്ക് ഇന്ന് കണ്ടുകൊണ്ടിരിക്കാനുള്ള സീരിയലുകൾ ഇന്നിപ്പോ ടിവികളിൽ കൂടി കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവേ, ഇത് സ്വർഗത്തിലേക്കുള്ള പോക്കല്ല, നിന്റെ കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ പടുകുഴിയിലേക്കുള്ള പോക്കാ റഹ്മാനെ. അതുകൊണ്ട് എനിക്ക് വേണ്ട അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്ക. ഈ പൂവലുള്ള ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഏറ്റവും നല്ല സന്തോഷമല്ല ഒരു പെണ്ണിനെങ്കിലും. അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവൂല, ഞാൻ ഇങ്ങനെ പോയാൽ എന്റെ കാര്യം ഒന്നും തന്നെ ചെയ്യൂല അല്ലാഹു. അതുകൊണ്ട് റഹ്മാനെ, ഞാൻ നിന്നോട് പറയാ, ഞാൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്കെല്ലാം നിന്നോട് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നല്ല. ഒരുപാട് കുറ്റങ്ങൾ ചെയ്തതാണ്, ഒരുപാട് വൃത്തികേടുകളിലേക്ക് പോയതാണ് അല്ലാഹുവേ. എല്ലാം ഞാൻ മാറ്റിവെച്ച് നിന്റെ മുമ്പിൽ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ലാ നീ എന്നെ സ്വീകരിക്കണം റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഏതെങ്കിലും ഒരു പെങ്ങളും നിന്റെ ഭൂമി ലോകത്തുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയാ, അതാ ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയയുടെ ചോദ്യമല്ല തങ്ങളെ, 6 അടി മണ്ണാകുന്ന കബറിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുവച്ചിട്ട് മടങ്ങുമ്പോ ആ മണ്ണിലേക്ക് അതാ മുങ്കർ നഖീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിനുത്തരം കൊടുക്കാ ഈയുള്ള റാബിയക്ക് കഴിയുമോ തങ്ങളെ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഇതിന്റെ ഉത്തരം തരാ എനിക്കെന്ന് കഴിയില്ല. ഇതിന്റെ ഉത്തരം അല്ലാഹുവല്ലാതെ മറ്റാർക്കും പറയാൻ പറ്റൂല പെണ്ണേ എന്ന് ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയോട് ഹസനുൽ ബസരി തങ്ങൾ പറയുകയാ. അതവിടെ നിൽക്കട്ടെ. എന്നാൽ എന്റെ 3ാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ കബറിൽ നിന്നും എന്നെ കൊണ്ടുപോവുകയാണ് മഹ്ശറയാകുന്ന കോടതിയിൽ. ആ കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ ആ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാ. ربك والملك صفا صفا. ആരും സഹായിക്കാരില്ലാത്ത മഹ്ശറയാകുന്ന കോടതി. ആ കോടതിയിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാ ഈയുള്ള റാബിയക്ക് കഴിയുമോ തങ്ങളെ? ഈയുള്ള റാബിയക്ക് കഴിയുമോ തങ്ങളെ? ഞാൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പെണ്ണാ, റബ്ബിനെ ഇഷ്ടപ്പെടുന്ന പെണ്ണാ, അല്ലാഹുവിന്റെ വിധിവിലക്കുകള് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും പാലിക്കാൻ തയ്യാറായ പെണ്ണാ. പക്ഷേ എന്താണെന്നറിയോ? അവിടെന്ന് പറയുകയാണ് ഹസനുൽ ബസരി തങ്ങള്, മഹ്ശറ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലമാണ്. സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. ആളുകൾ ചെയ്തിട്ടുള്ള കൂലികൾ അനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ മഹ്ശറ കടക്കാതെ പോകൂല കേട്ടോ. ആ മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ജാനകലത്തില്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹ്, ഇതെന്ത് ചൂടാണ് റബ്ബേ,
എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ചക്രവാളം നിങ്ങൾക്ക് ഞാൻ ഒരു ദൃഷ്ടാന്തമാക്കി കാട്ടിത്തന്നുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ. എന്നാൽ ഇന്ന് 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് ഇന്നിപ്പോ താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറയാകുന്ന കോടതിയിലോ ഒരു ചാൺ ഉയരത്തിലാണ് സൂര്യൻ നിൽക്കുക. അങ്ങനെയുള്ള മഹ്ശറയാകുന്ന കോടതിയിലോ അല്ലാഹുവിനെ ചോദ്യം ചോദിക്കുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് എന്റെ കിതാബ് എന്റെ വലത് കൈയിലാണോ അതല്ല എന്റെ ഇടത് കൈയിലാണോ തരിക? മഹ്ശറയിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ എല്ലാം കഴിഞ്ഞ് എന്റെ കിതാബുകൾ എന്റെ ഇടത് കൈയിലാണോ എന്റെ വലത് കൈയിലാണോ തരിക? ഈ ഒരു ചോദ്യം എന്റെ ഉമ്മമാരെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. മഹ്ശറയാകുന്ന കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ വെച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്തോ, എന്റെ ഉമ്മ പിന്നെ വിശുദ്ധമാക്കപ്പെട്ട ബാങ്ക് കേൾക്കുമ്പോൾ ആ സമയം മുതൽ സീരിയൽ ഇങ്ങനെ കാണുമ്പോ ഏത് കയ്യിലായിരിക്കും നമ്മുടെ കിതാബ് കൊണ്ടു തരിക എന്നെന്ന് ചിന്തിച്ചിട്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വാല് കഴിയുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് പോകേണ്ടത്. അത് മനസ്സിലാക്കാതെ പോകല്ല പെണ്ണ്. അതുകൊണ്ട് ഉറപ്പിച്ചുകൊള്ളുക, അല്ലാഹുവേ എന്റെ എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളും ഞാൻ മാറ്റിവെക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ അയൽക്കൂട്ടത്തിന് പോകുമ്പോ സ്ത്രീശക്തിക്ക് വേണ്ടിയിട്ട് പോകുമ്പോ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. അല്ലാഹുവേ, അന്യ മനുഷ്യന്റെ കുറ്റങ്ങൾ ഞാൻ പറയുമല്ല, അവന്റെ പച്ച മാംസങ്ങൾ ഞാൻ കൊത്തിവലിക്കുമല്ല. അല്ലാഹുവേ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്താൽ നിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ എന്നെ നീ പിടിച്ചു നിർത്തുമ്പോ എന്റെ കിതാബുകൾ ഇങ്ങനെ എന്നെ കാട്ടിത്തരുമ്പോ അല്ലാഹുവേ എന്റേതായിട്ടുള്ള കിതാബുകൾ ഏത് കയ്യിലാണ് നീ തരിക എന്ന് അറിയില്ല എന്ന് ചിന്തിച്ചില്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു എന്റെ കിതാബ് ഏത് കയ്യിലാണ് എനിക്ക് കൊണ്ടുതരിക എന്നൊരു ചിന്തയില്ലാതെ മുന്നോട്ട് പോവുകയല്ലേ നമ്മൾ പാടില്ല. റാബിയത്തുൽ അദബിയ എന്റെ പൗവല്ല പെങ്ങളെ പോലെ ഉള്ളൊരു ഒരു സ്ത്രീയാണ്. അവർ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി. അതിനും ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലോ ഞാൻ ചുരുക്കി പറയട്ടെ, നാലാമതായിട്ട് ചോദിക്കുകയാണല്ല ഹസനുൽ ബസരി തങ്ങളെ. അവിടെ മഹ്ശറയിലെ ചോദ്യം കഴിയുമ്പോ ഒരു ഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും ഒരു ഭാഗം ആളുകളെ നരകത്തിലേക്കും വിടുമല്ലോ. ഞാൻ ഏത് കൂട്ടത്തിലാ പെടുക? ഞാൻ സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിലാണോ അതല്ല നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ ഈ ഉള്ള റാബിയെ പെടുക? ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇങ്ങനെ പോവാ ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ അത് മാത്രം മതി. ഇന്നിപ്പോ നമുക്ക് വേറൊന്നും വേണ്ട. അതുകൊണ്ട് ചിന്തിക്കണം. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഇതിന്റെ ഉത്തരം തരാൻ എന്നെ കൊണ്ട് കഴിയൂല, ഇത് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും കഴിയൂല എന്ന് പറഞ്ഞുവെങ്കിൽ അവരൊക്കെ ജീവിച്ചിരുന്നത് ആഖിറത്തിന് വേണ്ടിയായിരുന്നു. ഈ ദുനിയാവിന്റെ ചതിക്കുഴിയിൽ ഇതിന്റെ കടാവിളക്കിലേക്ക് പെട്ടുപോയിരുന്നില്ല. പക്ഷേ ഇന്നുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നിപ്പോ നമ്മുടേതായിട്ടുള്ള ഉമ്മമാരും പെങ്ങന്മാരും പാപത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്റെ മനുഷ്യ മനസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇവിടെ വെച്ചൊന്ന് മനസ്സിലാക്കല്ലാഹുവേ, ഇനി എന്റെ ദുഷിച്ച ഒരു പ്രവർത്തനങ്ങളിലേക്കും ഞാൻ എന്റെ കാലെടുത്ത് വെക്കൂല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ പോകൂല, എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കൂല. വേണം. എന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഈ 4 കാര്യങ്ങൾ ഒരു പെണ്ണിന്റെ മനസ്സിലുണ്ട് എങ്കിൽ ആ പെണ്ണൊരിക്കലും ഒരു ദുഷിച്ച പ്രവർത്തനങ്ങളിലേക്ക് പോകൂല, ഒന്നിലേക്കും ആ പെണ്ണിന്റെ കാല് ചെന്നെത്തൂല. അതുകൊണ്ടാണ് റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുമ്പോൾ ഹസൻ ബസരി തങ്ങൾ കൈമലർത്തിപ്പോയി. എന്താ കാര്യം? അവർക്ക് ആഖിറം മതി, വേറൊന്നും അവർക്ക് വേണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ ഇരുന്ന് കേൾക്കും, നല്ലപോലെ കേൾക്കും. പണ്ടുള്ളടത്ത് വാദം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഫർദായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഉമ്മമാർക്കൊക്കെ നല്ല സന്തോഷമായി. ഷമീർ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞല്ലോ ഫർദായിരിക്കണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വൻ വിഷയമായി. ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ എന്റെ മണ്ട കയറാൻ വന്നു.
ഞാൻ പറഞ്ഞു അതല്ല, ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പും എടുത്ത് അറിയിക്കുന്ന രീതിയിലുള്ള ഫർദ, ടൈറ്റായ ഫർദ ഇടാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞല്ലേ. ഇന്നിപ്പോ അല്ലാഹുവേ നമ്മുടെ ഉമ്മമാരുടെ കോലം എങ്ങനെ അല്ലേ? കണ്ടില്ലേ പെണ്ണിനു വീട്ടിൽ ഇരിക്കാൻ മേലാ, പണ്ടത്തെ പോലെ അതബിൽ കഴിഞ്ഞാൽ പോരാ, കാലത്തെ ടൗണിൽ പോണം ഫാഷൻ പരേഡാ, കാണുന്നതെല്ലാം വേണം ഇതൊരു സൂക്കേടാ, കെട്ടിയ ചെറുക്കന് ഗൾഫിലയച്ച് കിട്ടിയ ആണിന്റെ കൈയും പിടിച്ച് പേക്കരം കോട്ടയും ചുറ്റിയടിച്ചു. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ദുനിയാവിനെ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ പെണ്ണ് ടൈറ്റായ ഫർദയിടൂല്ല. ആ പെണ്ണൊരിക്കലും ആ പെണ്ണിന്റെ ശരീരങ്ങള്, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ വലിച്ചിറക്കി കെട്ടിവെക്കൂല. എന്തെന്നറിയോ? ദുനിയാവിന്റെ പെണ്ണാണ് ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പുമല്ല എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഫർദ ഇടുന്നതും. വേണ്ട വേണ്ട, നമുക്ക് ദുനിയാവ് വേണ്ട പെങ്ങള്, അല്ലാഹുവിൻ്റെതായിട്ടുള്ള ആഖിറം പോരെ നമുക്ക്. അതുകൊണ്ട് ബോഡി ഫിറ്റ് ഫർദയെല്ലാം മാറ്റിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാം. ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഈ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോയാ നശിച്ചു ഉമ്മ, നശിച്ചു പോയേ. അതുകൊണ്ട് വേണ്ട വേണ്ട, ദുനിയാവിന്റെ ചതിയിൽ പെടണ്ട. ദുനിയാവിന്റെ ചതിയാണിതൊക്കെ. നമുക്ക് തോന്നും നമ്മുടെ ശരീരല്ലേ, നമ്മുടെ ഇഷ്ടം പോലെ. ഈ ഒരു ഇഷ്ടം ചെന്നെത്തുന്നത് എവിടെയായിരിക്കും? അള്ളാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിലായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ വസ്ത്രമിടാൻ, ഈ ദുനിയാവിൽ നമ്മുടെ വസ്ത്രമിടാൻ നല്ല രസമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴോ നീ ഇവിടെ ഇങ്ങനെ നീ ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിനേക്കാൾ ശക്തിയായി അള്ളാഹുവിന്റെ തീ കൊണ്ടുള്ള വസ്ത്രം നിന്നെ ധരിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ പവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ബോഡി ഫിറ്റ് ഫർദൊക്കെ ദുനിയാവിൽപ്പെട്ടതാ. അതൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ദീനിന്റെ ഔറത്ത് മറച്ചുകൊണ്ട് ജീവിക്കാൻ നല്ല പോലെ വന്ന് ഒരുങ്ങിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിനുള്ള അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല എങ്കിൽ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, മറക്കാതെ ദുനിയാവിന്റെ പുറത്തുകൂടി ശരീരത്തെ പൊതിഞ്ഞ് വലിച്ചിറുകി കെട്ടിവെച്ചു കൊണ്ടുപോയാൽ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹ് പറഞ്ഞുവല്ലോ പെണ്ണേ, നീ നിന്റെ അവറത്തിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നാളെ മഹ്ശറിയാകുന്ന കോടതിയിലേക്ക് നീ കടന്നു വരുമ്പോ നിന്റെ കാര്യം വളരെയേറെ പരാജിതരുടെ പരുകൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കാൻ അല്ലാഹു തആല പറഞ്ഞല്ലോ. കാരണം എന്താ? ഇന്ന് മുഴുവൻ ആളുകളും ചതിയിൽ പെട്ടുപോയി. അല്ലാഹ് എന്താ പറഞ്ഞത്? ഫലാ തഗുറന്നകുമുൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ പിന്നെന്താ അല്ലാഹ് പറഞ്ഞത്? വലാ തഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, ദുനിയാവിന്റെ ചതിയിലും പെടാൻ പാടില്ല. അതുപോലെ അള്ളാഹുവിന്റെ കാര്യത്തിൽ വഞ്ചകനായ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഖുർആനിന്റെ വാക്കാണ്. ഇന്ന് ടൈറ്റായ ഫർദയിടുന്ന പെണ്ണ്, ഇത് പിശാചിന്റെ കൂട്ടത്തിലെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റൂല. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി കൊണ്ടുള്ള അവറത്ത് മറക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടുള്ള അവറത്ത് മറയ്ക്കാ ഇന്നത്തെ ഈ ദുനിയാവിന്റെ പെണ്ണിന് സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ കോടതി ഒരിക്കലും നിന്നെ വെറുതെ വിടൂല്ല ഉമ്മ.
പിടിച്ചു നിർത്തും. അള്ളാഹു പിടിച്ചു നിർത്തും, വിടൂല. അതുകൊണ്ട് ഫലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. ശൈത്താന്റെ ചതിയിൽ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ശൈത്താന്റെ ചതിയിൽ പെട്ടത് ഏറ്റവും വലിയൊരു കാര്യം അത് സമ്പത്താണ്. ഈ സമ്പത്ത് കൊണ്ടാണല്ലോ, ഈ പൈസ കൊണ്ടാണല്ലോ ബോഡി പിറ്റ് ഫർദയൊക്കെ നമ്മൾ ഇന്നിപ്പോൾ മേടിച്ചിടുന്നത്. സമ്പത്തിലൂടെയാണല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അടുക്കൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറക്ക അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുക. കേൾക്കുന്ന കാര്യം അതനുസരിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഉസ്താദ് വന്ന് അത് പറഞ്ഞ് പൂർത്തിയാക്കിയില്ല, ഇത് പറഞ്ഞ് പൂർത്തിയാക്കിയില്ല, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഇന്ന് ഉസ്താദ് കോമഡി അടിച്ചില്ല, തമാശ പറഞ്ഞിട്ട് സംഘമല്ല. എന്റെ ബഹുമാനമുള്ളവർ, ഇത് ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറയാം. കോമഡിയൊന്നും അല്ല. ഒരാൾക്ക് ഇംഗ്ലണ്ടിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം. ഇംഗ്ലണ്ടിൽ ഒന്ന് ചെന്ന് കണ്ടാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ് അവനിക്ക്. അങ്ങനെ അവന്റെ വീട്ടിനടുത്തുള്ള ഒരാളെ ചെന്നിട്ട്, എനിക്ക് ഇംഗ്ലണ്ടിൽ പോകണ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് അങ്ങോട്ട് അറിയില്ല, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒന്ന് കുറച്ച് സമയം കൊണ്ടൊന്ന് പറഞ്ഞു തന്നാൽ അത് ഞാൻ അങ്ങ് പഠിച്ചോളാം എന്ന് പറഞ്ഞു. പാവപ്പെട്ടവൻ പോയിരുന്നാതാ ഒരു പാവിയായൊരു മനുഷ്യൻ. അവൻ പറഞ്ഞു, നീ ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ചെന്ന് ഇറങ്ങി ആരെന്ത് ചോദിച്ചാലും യെസ് എന്നൊരു വാക്കല്ലാതെ വേറെ ഒന്നും മിണ്ടാൻ പാടില്ല. പാവപ്പെട്ട അൽഹംദുലില്ലാഹ് കിട്ടിയത് കിട്ടി. അപ്പോഴേ കയറി ഫ്ലൈറ്റിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങിയതും നേരെ കണ്ടതൊരു ഗുസ്തിക്കാരനെ. ഇദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചു, നീ എന്നോടൊപ്പം ഗുസ്തി പിടിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് പാവപ്പെട്ട സന്തോഷം യെസ് എന്നൊരു ഒറ്റ പറച്ച് ആവശ്യം പോലെ അടി കിട്ടിയെന്ന് പറഞ്ഞ് ഇതിനെ പോലെ ഇനി ഒരു അടി കിട്ടാനില്ല. അവൻ അപ്പോഴേ അടുത്ത വണ്ടി നേരെ ഇവിടെ വന്നു. വന്നിട്ട് ഡേ ഞാൻ അവിടെ ചെന്ന് യെസ് എന്ന് പറഞ്ഞതും ആവശ്യം പോലെ അടി എനിക്ക് കിട്ടിയെന്നു. എന്നാ പറഞ്ഞു, ഇനി നീ അവിടെ ചെന്നിറങ്ങുക, ഒന്നുകൂടെ പോവാ, ഇനി നീ അവിടെ ചെന്നിറങ്ങി അവരെന്ത് പറഞ്ഞാലും നോ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ് വീണ്ടും സന്തോഷമായി. അടുത്ത വണ്ടി കയറി നേരെ അവിടെ പോയി ഇറങ്ങി. കണ്ടതാരെ പഴയ ഗുസ്തിക്കാരനെ തന്നെയാ. ഇദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചു, അന്ന് കിട്ടിയത് മതിയായോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറയും നോ എന്ന് പറഞ്ഞ ആവശ്യം പോലെ അവിടെ നിന്ന് കിട്ടി. അപ്പൊ ഇതാണ് കേൾക്കുന്ന കാര്യങ്ങൾ. അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കേട്ടില്ല എങ്കിൽ പലതും നമുക്ക് പറ്റും. അല്ലാഹു നമുക്ക് കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അതാണ് ഇതിന്റെ ഒരു ചതിയിലും പെടാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് ഇതിന്റെ പിശാചിന്റെ ചതിയിൽപ്പെട്ട എന്റെ വിഷയത്തിലേക്ക് വരികയാ. പിശാചിന്റെ ചതിയിൽപ്പെട്ട ഒന്നാമത്തെ ചതിയാണ് നമ്മുടെ സമ്പത്ത്. എന്റെ പ്രിയമുള്ളവരെ, സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരെ, എനിക്ക് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് പറയുന്നവരെ, എനിക്കൊരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് പറയുന്നവരെ, നിന്റെ സ്വത്ത് കൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും നീ ഉണ്ടാക്കിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നീ ഉണ്ടാക്കിയിട്ടുണ്ടോ മുസ്ലിമേ? സ്വത്ത് നമുക്കുണ്ടെന്ന് പറയുന്നല്ലോ. സ്വത്ത് നമുക്കുണ്ടെന്ന് പറയുന്നത് സ്വത്താണ് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുന്നത് സ്വത്താണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ആരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ? ആർക്ക് പറയാം? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾക്കൊന്ന് പറയാവോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കുറിച്ച്? ആരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ? ഒന്ന് പറയ്, കേക്കട്ടെ. നല്ല കഥയായി. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഇപ്പം എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മളെ മക്കള് 42. അൽഹംദുലില്ലാഹ് ഉഷാറായി. അത് ചാടി എഴുന്നേറ്റ് പറഞ്ഞ ഉഷാറ അല്ലേ? ഫുട്ബോൾ കളിക്കാരുടെ പേര് മക്കൾ എണ്ണം പോലെ എണ്ണി പറയും. മെസ്സി, കക്ക, പിന്നെ ചക്ക, ബാക്ക എന്ന് പറഞ്ഞോണ്ടിരിക്കുക അല്ലേ? അതേസമയം ഇവരുടെ പേരറിയില്ല. തുമ്മില നബി തങ്ങള പറഞ്ഞതാണോ അവിടമിലെണ്ണി തങ്ങൾ സ്വർഗമിൽ അബ്ദുറഹ്മാൻ ഏറ്റവും സന്തോഷമാ ഇതിലാദ്യമാണോ മനസ്സോ വേദന നിറഞ്ഞതാ കാരഞ്ഞതാണോ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയോ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 മഹാരഥന്മാരിൽപ്പെട്ട ആളാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നു.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുണ്ടായി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ് ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിൽ പോവുക. ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിലേക്ക് പോകുന്ന അവസാനമായിരിക്കും. ഈ വാർത്ത കേട്ടുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നു, ഉമ്മാ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം സ്വർഗ്ഗത്തിൽ പോകുന്ന വ്യക്തി ഞാനാണോ എന്ന് പറഞ്ഞു ഉമ്മാ. അതേ അബ്ദുറഹ്മാനെ, അവസാനം സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആള് നീ തന്നെയായിരിക്കും. കരഞ്ഞുപോയി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെന്താ അങ്ങനെ പറ്റിയത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗം ഞാൻ കണ്ടുവല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗം ഞാൻ കണ്ടുവല്ലോ. എന്നാ ഈ സ്വർഗ്ഗത്തിലേക്ക് എവിടെ അബ്ദുറഹ്മാൻ എന്ന് നോക്കുമ്പോ അബ്ദുറഹ്മാനെ കാണുവാനില്ല. അതാ ഒരു മനുഷ്യനതാ ഓടി വരികയാ. എങ്ങനെയാണ് ഓടി വരുന്നത് എന്നറിയോ? വിയർപ്പിൽ കുളിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഓടി വരികയാണ്. ഓടി വരുന്ന മനുഷ്യനുണ്ടല്ലോ, നോക്കുമ്പോൾ അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. കാരണം എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കൊടുത്തിട്ടുള്ള സ്വത്തുക്കളുണ്ടല്ലോ, ആ സ്വത്തുക്കളെ കുറിച്ച് എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചോദ്യം ചോദിക്കാതെ വിടുകയില്ല. എത്ര സ്വത്ത് കൊടുത്തോ ആ സ്വത്തുക്കളെ മുഴുവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചോദ്യം ചോദിക്കും. എനിക്ക് 1 രൂപ കിട്ടിയാൽ ആ 1 രൂപയെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. 2 രൂപ കിട്ടിയാൽ നീ ആ തന്നതായിട്ടുള്ള സ്വത്ത് കൊണ്ട് എന്ത് ചെയ്തു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചോദിക്കും. രക്ഷപ്പെടൂല്ല മുസ്ലിമേ. എന്നാൽ ഇന്ന് സമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവരാരെങ്കിലും ഈ പൗവൽ നാട്ടിലുണ്ടെങ്കിൽ പഠിച്ചോ മുസ്ലിമേ. 1 രൂപയായിരുന്നാൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുമ്പിൽ കയ്യും കണക്ക് അതാ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നുപോയോ നിങ്ങള്? അതുകൊണ്ട് ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് സമ്പത്ത് വാരി എറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോ ഇന്ന് എന്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ പോട്ടെ, ആ നാട്ടിലെ കോടീശ്വരന്റെ മകളുടെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാവരെയും വിളിച്ചുകൂട്ടി, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി നല്ല സദ്യ ആവശ്യം പോലെ കൊടുത്തു. ബാക്കി വന്ന എല്ലാം കൊണ്ടുവന്ന് തെങ്ങിന്റെ മൂട്ടിൽ കൊണ്ട് തട്ടിയിട്ടു. പക്ഷേ അവൻ ചിന്തിക്കുന്നില്ല ഇതിനെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചോദിക്കുമെന്ന്. എന്നാൽ ഞാനൊന്ന് പറയട്ടോ മുസ്ലിമേ, ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ ഇന്ന് കല്യാണം കഴിച്ചു വിടുമ്പോ നിന്റെ വീട്ടിന്റെ അപ്പുറത്ത് കണ്ണുനീരോടെ വേദനയോടെ വെട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു അംശമെങ്കിലും എടുത്ത് മാറ്റിവെക്കാ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ ചെറുപ്പക്കാരാ? നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ മുസ്ലിമേ? ഇല്ല ഇല്ല. എന്നാൽ നിങ്ങളുടെ പൊന്നുമക്കളുടെ ശരീരങ്ങൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ആ മക്കളുടെ ശരീരം ഇങ്ങനെ ക്യാമറയിൽ പകർത്താൻ വേണ്ടി അന്യപുരുഷന്മാര് വന്നു നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോ വീഡിയോ പിടിക്കുമ്പോ വാപ്പയും കൂടി ചേർന്ന് പൊന്നുമോളരികൾ നിന്നുകൊണ്ട് വീഡിയോ എടുക്കും. നിന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉപ്പാ, നിന്റെ പൊന്നുമോളെ നീ വലിച്ചിഴക്കുന്നത് വ്യഭിചാരത്തിന്റെ പടുകുഴിയിലേക്കല്ലേ? അന്യപുരുഷന്മാര് കഴുകക്കണ്ണും കൊണ്ട് നിന്റെ പൊന്നുമോളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് പഠിച്ചോ മുസ്ലിമേ. വേണ്ട വേണ്ട, ആഡംബരം നമുക്ക് വേണ്ട, ആഹ്ലാദം നമുക്ക് വേണ്ട. കല്യാണത്തിന്റെ ധൂർത്തും ആർഭാടവും നിങ്ങൾ കുറച്ചിട്ടില്ല എങ്കിലോ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ല. എന്റെ പ്രിയപ്പെട്ട
ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നീ കേൾക്കാതെ, അതൊന്നും നീ പഠിക്കാതെ, മനസ്സിലാക്കാതെ ദുനിയാവിന്റെ ചതിയിൽ പെട്ടു. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരല്ലേ ഒരു കല്യാണം വരട്ടെ, പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ ചെറ്റക്കുടലിൽ കഴിയുന്നവനെ ചെന്നുകൊണ്ട് ക്ഷണിക്കാൻ അവർക്കൊരു മടിയാൻ. അവന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് കയറിയിരിക്കാൻ അവർക്കൊന്ന് മടിയാൻ. കാരണം അവന്റെ വീട് പോലത്തെ വീടില്ല, AC ഇല്ല, അവന്റെ വീട്ടിൽ വേറൊന്നുമില്ല. അങ്ങനെ ഉള്ളവന്റെ വീട്ടിൽ നിന്ന് കയറിയിരിക്കാൻ മടിക്കുന്ന പണച്ചാക്കുകാരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിയുടെ മുന്നിൽ പണക്കാരനും പാവപ്പെട്ടവനുമെല്ലാം ഒരേപോലെ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടേണ്ടുന്നവരാണെന്നുള്ള ചിന്ത മറന്നുപോയല്ലേ നീ? ഇനി കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് വീട് വെച്ചിട്ട് ആ വീട്ടിന്റെ ഉള്ളിലാണ് നീ താമസിക്കുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവനെ, നിന്നെ കൊണ്ടുവെക്കുന്നതും പച്ചമണ്ണിലാണ്, പാവപ്പെട്ടവനെ കൊണ്ടുവെക്കുന്നതും പച്ചമണ്ണിലാണ്. അല്ലാതെ ഇവൻ പണക്കാരനെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് എവിടെ വെക്കൂല. ഇവൻ പണക്കാരനെ, ഇവൻ അതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ അൽഹംദുലില്ലാഹ് അല്ലേ? ഇല്ല, എവിടെ കൊണ്ട് വെക്കൂല. എല്ലാ മനുഷ്യനെയും ആറടി മണ്ണാകുന്ന ഖബറാകുന്ന പച്ചമണ്ണിൽ. അതുകൊണ്ട് സമ്പത്ത് ഏറ്റവും വലിയ ഫിത്നയാണ്. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഓരോ രൂപയ്ക്കും അതാ ഓരോ ദിർഹമിനും കണക്ക് പറഞ്ഞു കഴിയുന്ന അവസാനമാണ്. അത്രത്തോളം സ്വത്ത് അല്ലാഹു തആല കൊടുത്തുവല്ലോ. പക്ഷേ നമുക്കുന്നതാ സ്വത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. കിട്ടുന്ന കാശ് മുഴുവനും കൊണ്ടുവന്ന് ആർഭാടം കാണിക്കുമ്പോ, അതിലേക്ക് മറ്റുള്ളവരെ വിളിച്ചു വരുത്തുമ്പോ, ആഹാര സാധനങ്ങൾ വെച്ചു കൂട്ടിയിട്ട് തെങ്ങിന്റെ മൂട്ടിൽ ഒരു കുഴിയെടുത്തു കൊണ്ടുവന്ന് തട്ടിയിടുന്നവനെ, ഇത് ദൂർത്തല്ലാതെ ആർഭാടമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. എന്റെ പൊന്നുമോക്ക് വേണ്ടി വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു വേളയെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാ നാക്ക് പൊങ്ങിയോ? എന്റെ പ്രിയപ്പെട്ടവനെ, അപ്പുറത്തെ വീട്ടിലതാ പാവപ്പെട്ട ഒരു പൊന്നുമോളുണ്ട്, കല്യാണം കഴിക്കാൻ പ്രായം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉള്ളൊരു പൊന്നുമോള് നോക്കി നിൽപ്പുണ്ട്. ചെറ്റക്കുടിലാണ് കിടക്കാൻ, നല്ലതുപോലെ ഒരു വീടില്ല. എന്നാ ഈ വീഡിയോ പിടിക്കുമ്പോ ഈ കാശിന്റെ ഒരല്പമെങ്കിലും എടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള വീട്ടിന്റെ അപ്പുറത്തുള്ള പൊന്നുമോക്കൊന്ന് കൊടുത്തുകൂടെ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട ഭാര്യയെ തെറി പറയും എന്റെ പ്രിയപ്പെട്ടവന്, അവരെ ചീത്ത വിളിക്കും എന്റെ പ്രിയപ്പെട്ടവര്. രക്ഷയില്ല മുസ്ലിമേ, രക്ഷയില്ല. നിങ്ങൾക്ക് കേൾക്കണോ? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകള് ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം എടുത്തൊന്ന് പരിശോധിച്ചു നോക്ക്. ആരാ പെങ്ങളെ? ഫാത്തിമ ബീവി. നാളെ സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം ഇന്ന് ഈ പൂവൽ ജമാഅത്ത് നടക്കുന്ന എന്നല്ല, കാസർഗോഡ് ജില്ലയിൽ എന്നല്ല, കൊല്ലം എന്നല്ല, തിരുവനന്തപുരം എന്നല്ല. ഇന്ന് കല്യാണത്തിന്റെ പേരിൽ അനാചാരങ്ങൾ കടന്നുകൂടുമ്പോ, ആർഭാടങ്ങൾ കടന്നുകൂടുമ്പോ, ഏത് ജില്ലയിലായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ച് കാശെങ്കിലും എടുത്ത് മാറ്റിവെച്ചിട്ട് യതീമായ മക്കൾക്കൊന്ന് കൊടുത്തുകൂടെ? പാവപ്പെട്ട കണ്ണുനീരോടെ പറഞ്ഞതാ പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനൊന്ന് കൊടുത്തുകൂടെ? ഇന്നിപ്പോ നിന്റെ വീട്ടിന്റെ അകത്തട്ടിലുള്ള ബാത്റൂമിന് വേണ്ടിയിട്ട് ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ മുന്നോട്ട് നടക്കുമ്പോ, അതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുള്ള മാർബിൾ ചെന്ന് കൊണ്ടെടുക്കുന്നവനെ, മലമൂത്ര വിസർജനം നടത്താൻ പോലും അതിന് വേണ്ടി ഒരുക്കം എടുക്കാൻ പോലും കോടിക്കണക്കിന് രൂപ നീ എടുക്കുമ്പോ, അതിന്റെ ഒരു അംശമെങ്കിലും എടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്കൊന്ന് കഴിയുന്നു? ഇല്ല, ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വാലിന്റെ സദസ് അതിന് വേണ്ടി ഉള്ളതാകട്ടെ. ഈ നാട്ടിൽ എത്രയോ പാവപ്പെട്ട മക്കളില്ലേ, എത്രയോ യതീം മക്കളില്ലേ? അവരെ വന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ, അവരെ വന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവേ, സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പരിപാടി വെച്ചപ്പോ, അല്ലാഹുവേ, ആരൊക്കെയാണോ സംഭാവനകൾ ചെയ്യുക, ആരൊക്കെയാണോ കൊടുക്കുക, ഇവരെയെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് സൂക്ഷിക്കണം സമ്പത്ത്.
സമ്പത്തിൽ നമ്മൾ അഡിക്റ്റ് ആയി പോയാൽ, സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്റെ പ്രിയമുള്ളവരെ തീർന്നു. പക്ഷേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്വത്ത് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തിട്ടില്ല എങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പാവപ്പെട്ട യതീമക്കൾക്ക് വേണ്ടി കൊടുത്തിട്ടില്ല എങ്കിൽ, നാളെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ ആ മഹ്ശറിൽ വേറൊന്നും ഉണ്ടാകൂല. ഒരു പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് കൊണ്ട് കൊടുത്തു, അല്ലാഹ് ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി ഞാൻ ഇത് കൊടുക്കുകയാണ് റഹ്മാനെ, ഇത് എന്റെ കയ്യിലുള്ളൂ. 1 രൂപയാകട്ടെ, നീ മരണപ്പെടുന്ന സമയത്ത് ഈ 1 രൂപ നിന്റെ ഖബറിൽ നാളെ മഹ്ശറിൽ നിനക്ക് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ സമ്പാദിക്കുന്ന കുറച്ചെടുത്ത് മാറ്റി വെച്ചുകൂടെ പാവപ്പെട്ടവർക്ക് വേണ്ടി?